ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിൻ്റെ ഒരടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് വിക്രവും അതുപോലെ ശ്രീനിവാസ സാറിനെയാണ്. അതിന് ശ്രീകാന്താണ് അതിൻ്റെ ആ ഒരു MD. പിന്നെ ഫണ്ട് കാര്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. നമ്മുടെ പാർട്ടിക്ക് പണം വാങ്ങി കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉത്തരവാദിത്തം. വേദയുടെ സഹോദരനാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ പിന്നെ നിന്നെ തന്നെ ഏൽപ്പിക്കാം എന്ന് ഞാൻ വിചാരിച്ചതാ. എറിയാൻ പാകത്തിന് വടി കിട്ടുമ്പോ അത് നിന്നെ തന്നെ വിളിച്ച് തരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ശ്രീനിവാസ സാർ ഇങ്ങനെ പറയാം. മറ്റൊരു കാര്യം, പുതിയൊരു സ്റ്റീൽ കമ്പനി തുടങ്ങുമ്പോൾ മറ്റ് യൂണിയനുകൾ തലയിടുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പാർട്ടിയുടെ തൊഴിലാളി യൂണിയൻ പ്രവർത്തിച്ചു തുടങ്ങണം. അന്നേനക്കായിരിക്കും അതിന്റെ ചുമതല. അമ്മായിച്ചന്റെ കമ്പനിയില് യൂണിയൻ നേതാവ് കളിക്കുന്നത് ഒരു രസമായിരിക്കൂടോ എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെ കാര്യവെപ്പിക്കുക. അതെ, കാശിവൻ വാങ്ങിക്കും. തൊഴിലാളികളുടെ കൂലി കഴിഞ്ഞ് അച്യുതൻ എടുക്കുന്ന കമ്മീഷനിൽ ഒരു തുക പാർട്ടി ഫണ്ടിലേക്ക് അടിക്കണം. പിന്നെ സാമൂഹ്യ പ്രവർത്തനം ചെലവുള്ള ഏർപ്പാടാണെന്ന് അറിയാലോ അല്ലേ എന്നിങ്ങനെ ഒരു ചോദ്യവും. എന്നാ വിക്രം ചെല്ല്, ഇതൊന്ന് വേഗം അവസാനിപ്പിച്ചു കൊടുത്തേരെ. ശരി സർ എന്ന് പറഞ്ഞ വിക്രത്തിന് എതിരൊന്നും പറയാൻ പറ്റില്ല. വിക്രം മിണ്ടാതെ നേരെ ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പൊ അച്യുതന് വേണ്ടി ശ്രീനിവാസനുമായിട്ട് സെറ്റിലാക്കി. അപ്പൊ ഇനി നേരെ ചെല്ലുന്നത് ശ്രീകാന്തിന്റെ അടുത്തേക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മുത്തശ്ശീനെയാണ്, സാവിത്രിയമ്മേനെ. അപ്പൊ പത്മ ഉണ്ട്, ദീപ്തിയുണ്ട്, അതുപോലെ തന്നെ ഗായത്രി ഉണ്ട്, വർഷയുണ്ട്. അപ്പൊ വർഷേനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നിരിക്കുകയാണ് ഗായത്രിയും ദർശനും കൂടി. അപ്പൊ മുത്തശ്ശി രണ്ട് പൂജാമുറി കൊണ്ടുപോയി തൊഴുത് പ്രാർത്ഥിച്ച് ആരതിയൊക്കെ ഒഴിഞ്ഞ് അനുഗ്രഹമൊക്കെ കൊടുത്ത് വർഷേനെ എന്താണേലും വീട്ടിലേക്ക് പറഞ്ഞു വിടാനായിട്ട് തുടങ്ങുകയാണ്. ഒരു കണക്കിന് ഗായത്രി ഭാഗ്യമുള്ളയാളാ എന്നിങ്ങനെ ഗായത്രിയോട് പറയുക. നിനക്ക് എന്തൊക്കെ പറഞ്ഞാലും പിറക്കാൻ പോകുന്ന കുഞ്ഞിന് ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് വർഷയോടും പറഞ്ഞു. ഗായത്രി, ഞാൻ പറഞ്ഞില്ലേ ഭാഗ്യമുള്ളയാളാണെന്ന്. പ്രസവകാലത്ത് മകളെ ശുശ്രൂഷിക്കാനും പേരക്കുട്ടിയെ ഏറ്റുവാങ്ങാനും ആ കുഞ്ഞിന് ആദ്യമായി വയമ്പ അരച്ചു കൊടുക്കാനും ഒക്കെ കഴിയുമല്ലോ. അത് തന്നെ വലിയ ഭാഗ്യമല്ലേ. ആ യോഗം പത്മത്തിന് ഇല്ലാതായി പോയി എന്ന് പറഞ്ഞു. അപ്പൊ കുറെ നേരം ഗായത്രി എന്നിട്ട്, അങ്ങനെ കരുതണ്ടമ്മേ, വേദയെ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളൂ. പക്ഷെ ദീപ്തി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ. പത്മയ്ക്ക് ആ ഭാഗ്യം ദീപ്തിയിലൂടെ അനുഭവിക്കുക തന്നെ ചെയ്യാം, അല്ലേ ദീപ്തി? അപ്പൊ ദീപ്തി ഒന്നും മിണ്ടിയില്ല, ദേഷ്യത്തിലാണ് നോക്കുന്നത്. പക്ഷേ കൂട്ടിക്കൊണ്ടു പോവാൻ തീരുമാനിച്ചപ്പോ ദർശൻ എന്റെ കൂടെ വന്നത് അക്കാര്യം നേരിൽ കണ്ട് സംസാരിക്കാനും കൂടിയാ എന്ന് പറഞ്ഞു. ആദ്യം അന്ന് ദർശന് വേണ്ടിയിട്ട് ഞാൻ ദീപ്തിയെ പ്രപ്പോസ് ചെയ്തപ്പോ അവൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ അവരോട് ചോദിക്കാതെ ഞങ്ങൾ അങ്ങനെ ഒരു ആലോചന മുന്നോട്ട് വെച്ചതില് അവൻ തന്നെ ചീത്ത പറയുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴായിരിക്കും സത്യം മനസ്സിലായത് എന്ന് പറയാണ്. കൂടുതൽ ആലോചിച്ചപ്പോ അതാ നല്ലതെന്ന് അവനും ചിലപ്പോ തോന്നിക്കാണുമായിരിക്കും. അല്ലെങ്കിലും പേരുകൊണ്ട് ചേർച്ച ഇവര് തമ്മിലാണല്ലോ, ദർശൻ ദീപ്തി എന്ന് അല്ലേ പത്മം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇത് കേട്ടിട്ട് ദീപ്തിക്ക് ദേഷ്യം വന്നിട്ട് ദീപ്തി അങ്ങോട്ടേക്ക് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ ഇവരവിടെ നിൽക്കുന്നു. ദീപ്തി നേരെ ചെല്ലുന്നത് ദർശന്റെ അടുത്തേക്കാണ്. ദർശനും നമ്മുടെ ശങ്കർ നാരായണനും അതുപോലെ തന്നെ ശ്രീകാന്തും സംസാരിക്കാണ്. ദർശൻ ചേട്ടനോട് അറിഞ്ഞിട്ടാണോ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതെ, ഇവിടെ ഇരി, ഞാൻ പറയാം. അതിനാദ്യം ചോദിച്ചതിന് മറുപടി പറ എന്ന് പറഞ്ഞു ദീപ്തി. ഈ പുറകിന് ബാക്കിയുള്ളവരും ഇറങ്ങി പുറകെ വന്നു കേട്ടോ. അപ്പം ദർശൻ വേഗം എഴുന്നേറ്റിട്ട്, എല്ലാരും വന്ന സ്ഥിതിക്ക് ദീപ്തിയോട് മാത്രമല്ല ഈ കുടുംബത്തിലെ എല്ലാവരോടും ഉത്തരം പറയാൻ തന്നെയാ ഞാൻ വന്നത് എന്ന് പറഞ്ഞു. മറ്റൊന്നുമല്ല, ഈ വിവാഹത്തെക്കുറിച്ച് എന്റെ നിലപാട് എന്താണെന്ന് ദീപ്തിയോടാണ് ആദ്യം പറയേണ്ടത് എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല ദീപ്തി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദീപ്തിക്ക് ഭയങ്കര സന്തോഷമായി. അത് മാത്രമല്ല, ശ്രീകാന്തിനും അച്ഛനും പത്മയ്ക്കും മുത്തശ്ശിക്കും സന്തോഷമായി. ദീപ്തിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ അമ്മ വിചാരിച്ചത് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു എന്നല്ലേ. വീട്ടുകാരെല്ലാവരോടെ തീരുമാനിച്ച് മാത്രം നടത്തേണ്ടതാണോ വിവാഹം എന്ന് പറയണത്? അതെ, അങ്ങനെ നേരത്തെ തീരുമാനിച്ച നിശ്ചയം നടത്താനിരുന്നതല്ലേ. എന്നിട്ട് എന്തുണ്ടായി? അവസാന നിമിഷം വേദ തീരുമാനങ്ങളെല്ലാം മാറ്റിയില്ലേ മോനെ. അത് പിന്നെ ദർശ അങ്ങനെ സംഭവിച്ചു പോയതുകൊണ്ടല്ലേ. സംഭവിച്ചു പോയതിനെ പറ്റിയല്ല, വേദ എടുത്ത തീരുമാനത്തെ പറ്റിയാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ മിണ്ടാതെ നിൽക്കാണ്.
ഇങ്ങനെ ഒരു ആലോചനയ്ക്ക് നിങ്ങൾ തയ്യാറായത് ദീപ്തി അതിന് സമ്മതിക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. വേദിയെ പോലെ ഇവളും സ്വന്തമായി തീരുമാനങ്ങളും നിശ്ചയങ്ങളും ദാർഢ്യങ്ങളും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു. അതെ, ഇനി നിങ്ങൾ എല്ലാവരും കൂടി ദീപ്തിയെ കൊണ്ട് സമ്മതിപ്പിച്ചാലും ഞാൻ അതിന് തയ്യാറാവൂലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മിണ്ടാന്നെന്തോട്ടോ കുറെ നേരം. കാരണം ഞാൻ ദീപ്തിയെ എല്ലാ കാലത്തും കണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ അനിയത്തിയായി മാത്രമാണ് ഇവളെ ഞാൻ കണ്ടിട്ടുള്ളത്. എന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും എന്ന് ദർശൻ ഉറപ്പിച്ചങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതിവർക്ക് എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ ഗായത്രിക്കും വർഷയ്ക്കും അത്ര സന്തോഷമൊന്നും വന്നില്ല. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് വേദ ഏകപക്ഷീയമായി പിന്മാറിയപ്പോ അത് നമുക്ക് നാണക്കേടുണ്ടാക്കി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് അവളുടെ അനിയത്തിയെ ബലമായി വിവാഹം കഴിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ചെയ്താൽ വിക്രം വേദയോട് കാണിച്ച അതേ അക്രമം തന്നെ ആയിരിക്കും ഒരു തരത്തിൽ ഞാൻ ദീപ്തിയോടും ചെയ്യാൻ പോകുന്നത്. അതിന് വേദ അതിനെ അക്രമമായിട്ടല്ലല്ലോ കാണുന്നത്, ദൈവം കൽപ്പിച്ചു കൊടുത്ത അനുഗ്രഹമായിട്ടല്ലേ ദർശ? മനുഷ്യരുടെ മനസ്സല്ലേ അമ്മേ, ഓരോരുത്തരും ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചു ദിവസം ഞാൻ കാരണമെന്ന് വിഷമിച്ചു അല്ലേ ദീപ്തി? സോറി, റിയലി സോറി എന്ന് പറഞ്ഞു. താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു. ദീപ്തിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പൊ വേണ്ട എന്നാൽ അപ്പോ ഇതോടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. ഇനി ഈ വർഷയെ വീട്ടിൽ കൊണ്ടുപോകുന്ന ചടങ്ങ് തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇനി ഇവിടെ ചടങ്ങുകളൊന്നും ഇല്ല മോനെ, മനസ്സറിഞ്ഞ നന്നായി പ്രാർത്ഥിച്ചിട്ടാ ഇപ്പൊ പറഞ്ഞു വിടുന്നത്. രാഹുകാലം തുടങ്ങുന്നതിന് മുൻപ് വീടെത്താൻ നോക്ക്. നിന്റെ ബാഗും സാധനമൊക്കെ എടുത്തില്ലേ? അതൊക്കെ നേരത്തെ കാറിലെടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ശ്രീകാന്ത്. എന്നാ ഇറങ്ങിയാലോ? ആയിക്കോട്ടെ, 7ാം മാസത്തിലെ ചടങ്ങിന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോന്നു കരുതിയാ മതി. ഡെലിവറി കഴിയുന്നത് വരെ അവിടെ തന്നെ നിക്കണമെന്നില്ല. ഇടയ്ക്ക് വരാച്ചാ. പത്മം കൂടെ പോന്നില്ലേ? ഉവ്വ, ഞാനും അമ്മയും പോണ്ട്. എന്നാ ശരി, എന്നാ നിങ്ങൾ ഇറങ്ങ എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വീണ്ടും നമ്മുടെ ജസ്റ്റിസ് വിളിച്ചിട്ട്, ദർശൻ ഗായത്രിയും കൂടി അന്ന് വന്ന് ഒരു പ്രപ്പോസലിനെ പറ്റി പറഞ്ഞപ്പോ ആദ്യം ഞങ്ങളെല്ലാം ഒന്ന് അമ്പരന്നു പോയി. അങ്ങനൊരു ബന്ധം ദീപ്തി മനസ്സിൽ ആഗ്രഹിച്ചിട്ടില്ല എന്നും ഞങ്ങൾക്കറിയാമായിരുന്നു. അപ്പോഴും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ആ അപമാനത്തിന്റെ ആഴം അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ അത് തുറന്നു പറഞ്ഞില്ലാന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ദർശന്റെ ജീവിതത്തെ പറ്റി ഗായത്രിക്കും ചന്ദ്രശേഖരനും വലിയ ആകുലതകളൊക്കെ ഉണ്ട്. അത് സ്വാഭാവികവുമാണ്. അതുകൊണ്ട് ഇതുവരെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്ന് തന്നെ ദർശൻ വിചാരിക്കണം. മനസ്സിലായോ എന്ന് ചോദിച്ചു. അങ്കിൾ. അപ്പൊ ദർശൻ കുറച്ചു നേരം മിണ്ടാതെ നിന്നിട്ട്, ഇനി വേദയെ അങ്കിൾ പ്ലീസ് ദീപ്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്ന് ഞാൻ ഉറപ്പ് കൊടുക്കാനാ വന്നത്. പക്ഷെ എന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാനല്ല വന്നത് എന്ന് പറഞ്ഞു. ദർശ എന്ന് വിളിച്ചു. വേണ്ട, നമുക്ക് ആദ്യം വർഷയെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. എന്നാ അവളുടെ ദിവസമല്ലേ, ഇറങ്ങാം എന്ന് പറഞ്ഞു. എന്നാ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവർ യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് വിക്രം വിളിക്കുകയാണ് കേട്ടോ. ആദ്യം വിളിച്ചു, ഫോൺ കട്ടാക്കി. അപ്പം രണ്ടാമത് വിളിച്ചപ്പം ഹലോ, ഞാൻ വിക്രമാണ് എന്ന് പറഞ്ഞു. എന്താടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ദേഷ്യത്തിലാണ് ചോദിക്കുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം വേഗം തന്നെ ഇവൻ ദേഷ്യപ്പെട്ടാ സംസാരിക്കുന്നത്. അർജന്റായിട്ട് കണ്ടേ പറ്റൂ. എന്തിന്? കാണേണ്ടത് എവിടെ വെച്ചാണെന്ന് ഞാൻ മെസ്സേജ് അയക്കാം. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തണം, അല്ലെങ്കിൽ നഷ്ടം വലുതായിരിക്കും. എന്താടാ, ഭീഷണിയാണോ? അയ്യോ, നിന്നെയൊക്കെ ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കാൻ ഊച്ചാളിയാണെന്ന് വിചാരിച്ചോ? ഒരു തീർപ്പ് കൽപ്പിക്കാനാ. എസ് കൺസ്ട്രക്ഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ നീ ആണെങ്കിൽ നീ അവിടെ എത്തിയിരിക്കും, അല്ലെങ്കിൽ നീ വിവരം അറിയും എന്ന് മാത്രം പറഞ്ഞ് വിക്രം ഫോൺ കട്ട് ചെയ്തു. അപ്പൊ ജസ്റ്റിസ് വന്നപ്പോ, എന്താ, ആരാ ശ്രീകാന്തേ? സൈറ്റിൽ നിന്നൊരു കോളാം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല അച്ഛാ എന്ന് പറഞ്ഞു. അപ്പൊ പതുക്കെ അച്ഛനെ അറിയിച്ചില്ല ശ്രീകാന്ത്. നേരെ വിക്രത്തിനെ കാണാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ ശ്രീകാര്യം ശ്രീനിവാസ സാറിനെയാണ് കാണുന്നത്. അപ്പൊ കുറെ അടികൾ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഒരു ഒപ്പിടാനുണ്ടായിരുന്നു, അതൊക്കെ ഒപ്പിടിപ്പിച്ച് പഞ്ചായത്തിലേക്ക് പോവാണ്. വേഗം ഒരാൾ കൊണ്ടുപോയി ജ്യൂസ് കൊടുത്തു. സർ, വിക്രത്തിന് നാട്ടിലുള്ള ഇമേജിന് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല സർ എന്ന് പറഞ്ഞു. കാര്യം നമുക്ക് വേണ്ടിയിട്ടാണ് പലതും ചെയ്തിട്ടുള്ളത് എങ്കിലും അവൻ ഇപ്പോഴും നാട്ടില് ഗുണ്ടയും കൂലിത്തലനുമായിട്ടും ഒക്കെ ആയിട്ട് അറിയപ്പെടുന്നത്. അവനെ പോലെ ഒരാൾക്ക് യൂണിയന്റെ ഉത്തരവാദിത്തമൊക്കെ ഏൽപ്പിച്ചു കൊടുക്കണോ?
ആ കമ്പനിയിലെ പാർട്ട്ണർമാരിൽ ഒരാൾ അവന്റെ ഭാര്യയുടെ സഹോദരനാകുമ്പോ എന്തൊക്കെ പറഞ്ഞാലും സ്വാഭാവികമായും മാനേജ്മെന്റിന് അനുകൂലമായ കാര്യങ്ങൾ കാണൂ. പിന്നെ ഇപ്പോഴത്തന്നെ അവൻ ആ അച്യുതന്റെ പ്രശ്നം എങ്ങനെയായിരിക്കും പരിഹരിക്കാന്ന് സാറ് നോക്കിക്കോ. അച്യുതന് കൊടുക്കാനുള്ള കാശിന് അതിനൊരു അവധി പറഞ്ഞ് അവനത് നീട്ടിവെപ്പിക്കും. ഉറപ്പ്. കാര്യം ബലമായി കിട്ടിയതാണെങ്കിലും ഇപ്പോഴും ഒരുമിച്ച് കഴിയുന്ന പെണ്ണിന്റെ ആങ്ങളെയല്ലേ സർ? ആ ചൂടറിഞ്ഞ അവൻ അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഈ കൊണ്ടുവന്ന ജ്യൂസ് എഴുന്നേറ്റ് പടി ഇവന്റെ മുഖത്തേക്ക് ഒഴിച്ചു. ഇനിയൊരു വാക്ക് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ, അവനെ കുറിച്ച് പറഞ്ഞ എന്റെ മുന്നില് ഈ വെള്ളക്കുപ്പായി ഇട്ട് നീ നിക്കില്ല, ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു. വിക്രത്തിനെ എന്തേലും പറഞ്ഞാല് ശ്രീനിവാസ സാറിന് ഒട്ടും സഹിക്കാൻ പറ്റില്ല. വിക്രം വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ നന്ദിനി അവിടെ ഇരിപ്പുണ്ട്, വേദ എവിടെയുണ്ട്, ശ്രീജി അവിടെയുണ്ട് കേട്ടോ. അപ്പൊ വേദ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പൊ നന്ദിനി, അതെ നീ ഇവിടെ ഉണ്ടല്ലേ, സമാധാനം. ഞാൻ പിന്നെ എങ്ങോട്ട് പോവാനാ എന്ന് ചോദിച്ചു. ആ പിന്നല്ലാതെ. എന്നിട്ട് വേദ അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ, അത് ശരിയാ, തലയും പൊക്കി പിടിച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം എങ്ങോട്ട് പോയിട്ടില്ലല്ലോ. മാത്രമല്ല നീ മനഃപൂർവ്വം തിരിച്ചു കൊണ്ടുവിട്ടപ്പോഴും എല്ലാം കെടുത്തി പൂജ തിരിച്ചു വന്നില്ലേ, അതുപോലെ തിരിച്ചു വരികയും ചെയ്തു എന്ന് നന്ദിനി പറയുകയാണ്. അപ്പൊ ശ്രീജയം അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അല്ലെങ്കിലും പൂച്ചയെ കളയുന്നത് പോലെ മനുഷ്യനെ കളയാൻ പറ്റുമോ നന്ദിനി? മാത്രമല്ല നമ്മളെ പോലെ വേദയ്ക്കും അവകാശമുണ്ട്, അത് നന്ദിനി മറക്കണ്ട. ശ്രീചേച്ചി പറഞ്ഞതാണ് കാര്യം. അവകാശത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ഇപ്പൊ എന്റെ കൂടെ വാ. എങ്ങോട്ട് എന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ വഴിയെ പറയാം, നീ ഇറങ്ങാ. എങ്ങും വീണ്ടും കൊണ്ട കളയാൻ വല്ലതും ആണോ എന്ന് ചോദിച്ചു നന്ദിനി. ഒന്നും മിണ്ടിയില്ല. അല്ല, ഇനി അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നറിയാവുന്ന കൊണ്ട് പറഞ്ഞതാ. ഇത്തവണ ഞങ്ങള് കറങ്ങാൻ പോവാ നന്ദിനി അടുത്തി. കറങ്ങാനോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ കെട്ടിയ താലിയുടെ പേര് പറഞ്ഞ് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായില്ലേ. ഇനിയിപ്പം ഇടയ്ക്ക് ഒരുമിച്ചൊന്ന് പുറത്തു പോയി കറങ്ങി വന്നില്ലെങ്കിൽ മോശമല്ലേ? എന്ത് മോശം? അതിന് നീ ഇവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ. ഒരുമിച്ച് പുറത്തു പോവാൻ തീരുമാനിച്ചു എന്ന് വെച്ചാ അത് അംഗീകരിച്ചു എന്ന് തന്നെയാ. ആണോ വിക്രം? തൽക്കാലം ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. വാ, സമയം കളയാതെ ഇറങ്ങു വേദ എന്ന് പറഞ്ഞു. വേദ ഇങ്ങനെ അതിശയത്തോടെ നോക്കുവാണ്. എങ്ങോട്ടാന്ന് പറഞ്ഞില്ല, അതൊക്കെ ഞാൻ പറയാം, നീ ഇറങ്ങാൻ നോക്ക. നിന്റെ വീട്ടിലേക്കല്ല. എന്താ അത് പോരെ? എന്താ പേടിയുണ്ടോ? പേടിയോ? പേടിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് തനിയെ കയറി വരുമായിരുന്നില്ലല്ലോ. അതാണ്. അപ്പൊ ഞാൻ ആദ്യം പറയുന്ന കേൾക്ക്. ശരി, ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ, ഇനി അനുസരിച്ചില്ല എന്നുള്ളൊരു പരാതി വേണ്ട അല്ലേ ശ്രീചേടത്തി? ആ, ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞു. എന്നാ ഒരു മിനിറ്റ്, ഞാൻ ഈ വേഷം ഒന്ന് മാറിയിട്ട് വരാം. അതൊന്നും വേണ്ട, ഈ വേഷം തന്നെ ധാരാളാ. ഈ വേഷത്തിലോ? പിന്നല്ലാതെ, ഈ വേഷത്തിൽ നിന്നെ കാണാൻ അസലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അയ്യേ, ഇവൻ പൊക്കി പറയാനൊക്കെ കോംപ്ലിമെന്റ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയോ എന്ന് ചോദിച്ച നന്ദിനി. എന്നാ പിന്നെ ചിരിച്ചോണ്ടെന്ന് പറഞ്ഞോടെ, കൊഞ്ചോ നിൽക്കാതെ വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞു. കോട്ടുപോത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വേദ പുറകെ ചെല്ലുകയാണ് കേട്ടോ. ഞാൻ വരാംന്നേ എന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരൂടെ പോവാണ്. അപ്പൊ ബൈക്കൊക്കെ എടുത്തു വിക്രം. വേദ ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാവാതെ, അതെ എങ്ങോട്ടാ ശരിക്കും നിങ്ങള്? അതെ, ഒരു ഷോ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു. അതെ ശ്രീചേടത്തി, സിനിമയ്ക്കാണത്രേ, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. പോയിട്ട് വാ. അപ്പൊ ശ്രീചേടത്തിയോടും ഒക്കെ പറഞ്ഞ ഷോ അല്ലേ, അപ്പൊ മാറ്റിനിയുടെ സമയമാണല്ലോ. നന്ദിനിയാണെങ്കിൽ ആകെ ടെൻഷനും. ഇനിയിപ്പൊ അവളെ കൊണ്ട് പോവാണല്ലോ എന്നോർത്തിട്ടാണ് നന്ദിനിയുടെ ഒരു ടെൻഷൻ. ഇത് കുറച്ച് കടന്നു പോയില്ലേ? എന്താ, അവനവന്റെ ഭാര്യയെ കൊണ്ട് പുറത്തു പോയതോ? അതിലിപ്പോ എന്താ തെറ്റ്? പറഞ്ഞത് കേട്ടില്ലേ, മാറ്റിനി ഷോയ്ക്കന്ന്. ആയിക്കോട്ടെ, അതിന് നിനക്കെന്താ? നാശം. വല്ല ലവ് സ്റ്റോറി ആണോ ആവോ? അതെ, ലവ് സ്റ്റോറി വല്ല റിലീസായിട്ടുണ്ടോ? എനിക്കറിയില്ല, നീ കണ്ടുപിടിക്ക എന്ന് പറഞ്ഞു. ഇത് എന്തായാലും തലയണ മന്ത്രത്തിന്റെ ശക്തിയാ. തലയണ മന്ത്രോ? ആ, ഓരോന്ന് പറഞ്ഞു കൊടുത്തേ വിക്രത്തിനെ തിരിച്ചതാ. അതിന് അവരൊന്ന് ചല്ലല്ലോ കിടക്കുന്നത്. ആ, അതും ശരിയാണല്ലോ. ഷോ എന്താ പക്ഷെ ശ്രീചേടത്തി, നീ ഒന്ന് മിണ്ടാതിരിയണ്ട നന്ദിനി, എനിക്ക് വേറെ പണിയുണ്ട്. ഇവളുടെ കുശിപ്പ് കേൾക്കാൻ നേരമില്ല എന്ന് പറഞ്ഞു ശ്രീജകത്തേക്ക് പോയി. പണി വാളിന്ന് മനസ്സിലായി നന്ദിനി. പാവം. അപ്പൊ ഇതേണ്ടേ എങ്ങോട്ടാ പോകുന്നതെന്നൊന്ന് പറഞ്ഞൂടെ? അവിടെ ചെല്ലുമ്പോ കാണാലോ. ഇപ്പൊ തൽക്കാലം മിണ്ടാതിരി എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ, ഒരു ഹോട്ടലിന്റെയോ എന്തിന്റെ ഒരു മുന്നിൽ കൊണ്ടുപോയി നിർത്തി. അപ്പൊ വേദ അകത്തേക്ക് വരാൻ തുടങ്ങിയപ്പോ, എങ്ങോട്ടേക്കാ? അകത്തേക്ക്.
വേണ്ട, ഇവിടെ നിന്നാ മതി, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ വേദയെ പുറത്ത് നിർത്തിയിട്ട് വിക്രം അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അതേണ്ട ശ്രീകാന്ത് അവിടെയുണ്ട്. നാളെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെയും പേര് ആ പത്രത്തിൽ വരാതിരിക്കാനാ ഞാൻ കാണണമെന്ന് പറഞ്ഞത് എന്ന് വിക്രം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ശ്രീകാന്ത് അവിടെ ഇരുന്ന്, നിന്റെ ഉമ്മാക്ക് കണ്ട് പേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് നീ കരുതിയോ? നീ എന്ത് കരുതിയിട്ടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, നിന്നെ ഞാൻ ഇവിടെ വരുത്തിയല്ലോ, അതാണ് വിക്രമൻ. അതേടാ, ശ്രീകാന്തിനെയും ശ്രീകാന്തിന്റെ സ്ഥാപനങ്ങളെയും നീ എന്താ ഉണ്ടാക്കാൻ പോണേന്ന് അറിയാൻ വേണ്ടിയാ വന്നത്. സന്തോഷം. അപ്പൊ വെറുതെ പരസ്പരം വെല്ലുവിളിച്ച് സീൻ ക്രിയേറ്റ് ചെയ്ത് സമയം കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താ, അതല്ലേ അലിയാതിന്റെ ഒരു ശരി? കുറച്ച് ഗോസായിമാരുമായി ചേർന്ന് നീ ഒരു സ്റ്റീൽ ഫാക്ടറി തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടല്ലേ? അവിടേക്ക് കുറച്ച് തൊഴിലാളികളെ സപ്ലൈ ചെയ്ത ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു, പേര് അച്യുതൻ. ഓഹോ, കഴിഞ്ഞ 3 മാസമായിട്ട് അയാളുടെ പേയ്മെന്റ് റിലീസ് ചെയ്യുന്നില്ല എന്നറിഞ്ഞു. എന്താ, ശരിയല്ലേ? അത് ചോദിക്കാൻ നീ ആരടാ എന്ന് ചോദിച്ചു. മോനെ ശ്രീകാന്തേ, നീ ഒരു കാര്യം വെറുതെ തർക്കിക്കാനും വാശി പിടിക്കാനും നിൽക്കരുത്. അയാൾക്ക് കൊടുക്കാനുള്ള മുഴുവൻ തുകയും 1 മണിക്കൂറിനുള്ളിൽ റിലീസ് ചെയ്തിരിക്കണം. ശ്രീകാന്ത് ഒരു ചിരി ചിരിച്ചുകൂട്ടോ. അട്ടഹസിച്ച് കൂലിത്തല്ലും ഗുണ്ടാപ്പണിയും നിർത്തി നീ ഇപ്പൊ ബിസിനസ് സെറ്റിൽമെന്റിന് ഇറങ്ങിയോ? കൊള്ളാലോ, എന്റെ പെങ്ങളെ കെട്ടിയതിനു ശേഷം നിനക്ക് കാര്യമായ ഡെവലപ്മെന്റ് ആണല്ലോടാ എന്ന് ചോദിച്ചു. അതേടാ, ശരിക്കും ഹണിമൂൺ പീരീഡ് അല്ലേ? ദിവസേന ഉറങ്ങാൻ പോകുന്നതിന് മുൻപും രാവിലെ ഉണർന്നെണീക്കുമ്പോഴും അവൾ എനിക്ക് 1 മണിക്കൂർ ട്യൂഷൻ എടുക്കുന്നുണ്ട്. എന്താ അത് പോരെ? ഡാ എന്ന് വിളിച്ച് ഇവൻ ചാടി എഴുന്നേറ്റപ്പം വിക്രം വേഗം ഇരിക്കട അവിടെ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കാണ് കേട്ടോ. ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ബഹളം ഉണ്ടാക്കിയ നാറുന്നത് നീ ആയിരിക്കും, എനിക്കൊന്നും പോവാനില്ല. ഞാൻ പറഞ്ഞല്ലോ, പണം 1 മണിക്കൂറിനുള്ളിൽ അച്യുതന് ക്രെഡിറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നിന്റെ ഫാക്ടറിയുടെ മുന്നിൽ ഒരു ഉപവാസം ആരംഭിക്കും. ഓഹോ, അപ്പൊ അതാണോ കാര്യം? ശരി, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നീ അയാളോട് ഇന്ന് തന്നെ ഉപവാസ സമരം ആരംഭിക്കാൻ പറ. സമരം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാം. ഒരുപാട് കരഞ്ഞു വിളിച്ചപ്പോ കുറച്ചെന്തെങ്കിലും കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. ഇനിയിപ്പോ സമരം തീരുമാനിച്ച സ്ഥിതിക്ക് അയാൾ അതൊന്നും നടത്തി കാണിക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല, നിന്റെ ശ്രീകാര്യം ശ്രീനിവാസന്റെ പാർട്ടിയാണോ ഈ സമരം പ്ലാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത്? അല്ല, അതിന് സമരം നടത്തുന്നത് അച്യുതനാണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. സമരം ചെയ്യുന്നയാള് ദേ പുറത്ത് ഗേറ്റ് നിപ്പുണ്ട്, ചെന്ന് നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ മറ്റാരുമല്ല, നമ്മുടെ വേദയെ അതിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ വേദയെ നോക്കിയിട്ട് ആകെ അതിശയത്തോടെയാണ് ശ്രീകാന്ത് നിൽക്കുന്നത്. ഇത് ആരാണെന്നറിയോ സമരം ചെയ്യുന്നത്? വേദ ശങ്കർ നാരായണൻ എന്ന് പറഞ്ഞു. വേഗം തന്നെ എഴുന്നേറ്റ് പോയി ഉറപ്പിക്കാണ് ശ്രീകാന്ത്. അപ്പൊ ശ്രീകാന്ത് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങിയപ്പോ, അതെ, എടുത്തു ചാട്ടം വേണ്ട, നീ അവിടെ നിക്ക്. നീ എങ്ങോട്ടാ ഈ വെപ്രാളം പിടിച്ച് ഓടുന്നത്? നീ എന്നല്ല, നിന്റെ അച്ഛൻ എല്ലാവരും ഒരുപോലെ പറഞ്ഞതാണ് എന്നെ ഉപേക്ഷിച്ച് കളയാൻ. എന്നിട്ടും ഉപേക്ഷിച്ച് കളയാത്തവളാണ് ദേ ആ നിൽക്കുന്നവള്. അവള് നീ പറയുന്നത് കേൾക്കുവോ അതോ ഞാൻ പറയുന്നത് കേൾക്കുവോ? നീ ആദ്യം അതൊന്ന് ചിന്തിച്ച് ആദ്യം തീരുമാനം എടുക്ക്. അതിനുശേഷം എന്തും എനിക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാവള്. നീ പറഞ്ഞ പിന്തിരിവോ ശ്രീകാന്തേ? നിനക്കും നീ പൊക്കാൻ പോകുന്ന സൈലന്റ് പാർട്ട്ണറായ ജസ്റ്റിസ് ശങ്കർ നാരായണനും എതിരായിരിക്കും അവള് സമരം ചെയ്യുക. എന്താ, പോരെ എന്ന് ചോദിച്ചോ? അതും ഒരു സാധാരണ കോൺട്രാക്ടർക്ക് വേണ്ടിയിട്ട്. പത്രങ്ങൾക്ക് നല്ലൊരു വാർത്തയായിരിക്കും, കാശ് കൊടുക്കാൻ നീ നിർബന്ധിതനാകും. എന്നാ പിന്നെ അതൊന്നുമില്ലാതെ ഇപ്പങ്ങ് സെറ്റിൽ ചെയ്യുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ എന്ന് ചോദിച്ചു. അപ്പൊ ശ്രീകാന്ത് ആകെ പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗൈൻ.